കണ്ണൂരിൽ 2 പേർക്ക് സൂര്യാഘാതം. പഞ്ചായത്ത് ഉദ്യോഗസ്ഥനും ഓട്ടോ ഡ്രൈവർക്കുമാണ് സൂര്യാതപമേറ്റത്. ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് ഓവർസിയർ ഹെലൻ ജെയ്സനും കടാച്ചിറ സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ രജീഷിനുമാണ് സൂര്യാതപമേറ്റത്. തൊഴിലിടത്തിൽ പരിശോധനയ്ക്കായി പോയപ്പോഴായിരുന്നു ഹെലന് കഴുത്തിനും പുറത്തും സൂര്യാഘാതം. ഇരുവരും ആശുപത്രിയിൽ ചികിത്സ തേടി. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കാണ് കാടാച്ചിറ സ്വദേശി രജീഷിന് സൂര്യാതപം ഏറ്റത്. അയൽവാസിയുടെ കല്യാണത്തിൽ പങ്കെടുത്ത് വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു സംഭവം. വീട്ടിലെത്തിയപ്പോൾ പുകച്ചിലും മറ്റ് അസ്വസ്ഥതകളും കാരണം നോക്കിയപ്പോഴാണ് കൈക്ക് പൊള്ളലേറ്റത് കണ്ടത്. ഇന്ന് രാവിലത്തേക്ക് സൂര്യാതപമേറ്റ ഭാഗം പൊള്ളി കുമിള വന്നു. സൂര്യാതപം ഏറ്റതിന്റെ ഭീകരത രജീഷ് തന്നെ വിവരിക്കുന്നു. പാത്രത്തിൽ ചൂടുള്ള പാത്രത്തിൽ തട്ടി കരിഞ്ഞ പോലെ കരിഞ്ഞ് പിന്നെ മൊത്തത്തിലൊരു ചുവപ്പ് കളറായിട്ടുണ്ടായിരുന്നു. അത് പിന്നെ അത്ര കാര്യമില്ല. പിന്നെ രാത്രി നോക്കുമ്പോൾ ചെറിയ വേദനയും വീക്കം ഉണ്ടായി. അത് കഴിഞ്ഞ് നേരെ വെളുക്കുമ്പോഴത്തേക്ക് വലിയ കുമ്പളയായിട്ട് അത് പൊട്ടി വെള്ളമൊലിക്കാൻ തുടങ്ങി. അപ്പോൾ ഇപ്പോൾ ഉള്ളിൽ ചെറിയ വേദനയുണ്ട്. ഇപ്പോൾ ഡോക്ടറെ കാണിച്ചു. അവർ 3 ദിവസത്തേക്ക് മരുന്ന് തന്നു. അതിൽ കുറവില്ലെങ്കിൽ വീണ്ടും പോകാൻ വേണ്ടി പറഞ്ഞു. കനത്ത ചൂടിൽ സൂര്യാതപം ഏൽക്കാതിരിക്കാൻ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകതയും രജീഷ് ഓർമ്മിപ്പിക്കുന്നു. ഫുൾ സ്ലീവ് നമുക്ക് ഷർട്ട് ഇടാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. കൂടുതൽ സമയം വെയിലത്ത് ഈ പീക്ക് സമയങ്ങളിൽ, അതായത് ഇവർ ഇപ്പം ആരോഗ്യവകുപ്പ് പറയുന്ന പോലെ 12 മണിക്കും 3 മണിക്കും ഇടയിലുള്ള സമയങ്ങളിൽ നമ്മൾ ഡയറക്റ്റ് കോൺടാക്ട് ഇല്ലാണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അസഹ്യമായ വേദനയും ബുദ്ധിമുട്ടുകളും കാരണം രജീഷ് ആശുപത്രിയിൽ ചികിത്സ തേടി. ജനം, കണ്ണൂർ.